ഇന്ന് കുറച്ച് ബൊഗൈൻവില്ല ചെടികൾ നടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്ത ചെടികൾ ഇന്നലെ വൈകുന്നേരമാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇത് DTC കൊറിയർ വഴി ആയിട്ടാണ് കേട്ടോ അവർ അയച്ചു തന്നത്. ഇതിന് മുന്നേ ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വളരുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ വാങ്ങണ ചെടികൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഉണ്ടാവുമോ, പിന്നെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേക്കും അത് വാടി പോകുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല പാക്കിങ്ങോട് കൂടിയാണ് നമുക്കത് അയച്ചു തരിക. ഒരു യാത്ര ചെയ്ത ക്ഷീണം പോലും ചെടികൾക്ക് തോന്നാത്ത വിധത്തിലാവും നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ നട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മണ്ണിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും മണ്ണിൽ മാത്രമാണ് ഞാനിത് നട്ട് കൊടുക്കണത്. കുറച്ച് കഴിഞ്ഞിട്ട് തെഴുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളക്കൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ വലിയ വലിയ പ്ലാന്റ്സും ആയിരിക്കും, എല്ലാം ചട്ടിയിലും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടും ചെയ്യും. പിന്നെ പുതിയ പുതിയ വെറൈറ്റികൾക്ക് വലിയ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പല പല വെറൈറ്റികൾ വാങ്ങുകയും ചെയ്യാം, കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് നനച്ച് കൊടുത്തിട്ട് 1-2 ആഴ്ച തണലത്ത് വെക്കണം, അല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് വാടിപ്പോകും. പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ചെടികളാണ് കേട്ടോ. അതുമേലൊക്കെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. പുതിയ പുതിയ വെറൈറ്റികളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ വർഷത്തിൽ 1-2 ചെടികൾ വാങ്ങും. പിന്നെ പിറ്റത്തെ വർഷം ഞാൻ അതിൽ നിന്ന് കമ്പ് കുത്തിയിട്ട് വേറെ ചെടികൾ ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അല്ലാതെ ഞാൻ പുതിയ പുതിയ വെറൈറ്റികൾ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന ഒരാളെ അല്ല. എനിക്ക് ഉള്ള കളറും വന്ന് പിന്നെയും അങ്ങനെ കൊമ്പ് കുത്തിയിട്ട് കുറേ ചെടികൾ ഉണ്ടാക്കാനാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും കുറേ ആളുകൾ ഇപ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കമ്പ് വെട്ടുമ്പോൾ തരണം എന്നൊക്കെ. ഇപ്രാവശ്യം എന്തായാലും മഴയ്ക്ക് മുന്നേ കമ്പ് വെട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുറേ ആളുകൾക്ക് കൊടുക്കണുണ്ട്. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഇത് കൊമ്പ് വെട്ടുമ്പോൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഭംഗി കണ്ടാൽ നമുക്കതിൻ്റെ കമ്പ് കളയാനും തോന്നില്ല. കാരണം പിന്നെയും അത് നട്ടുപിടിപ്പിക്കാനേ തോന്നുള്ളൂ. ഞാനൊരു കമ്പും കളയാറില്ല കേട്ടോ. വെട്ടണ കമ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തി വയ്ക്കും. അപ്പോൾ അത് തെഴുത്ത് കാണുമ്പോൾ ആരെങ്കിലും ചോദിക്കും കേട്ടോ, അത് തരുമെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുകയും ചെയ്യും. അവരും അവരുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ട് സന്തോഷിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും. എന്തായാലും അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക്. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെയും കമ്പ് കുത്തിയിട്ട് അങ്ങനെ കുറേ ചെടികൾ ഉണ്ടാക്കാനാണ് എനിക്ക് ആഗ്രഹം. വീട് നിറയേയും അങ്ങനെ ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവട്ടെ. കാരണം അത്രയ്ക്കും ഭംഗിയാണല്ലോ ഇതിൻ്റെ പൂക്കൾ കാണാനും. ഇലകളില്ലാതെ ഇതുപോലെ പൂത്ത് നിൽക്കണ കാണാൻ എന്തോ ഒരു ഭംഗിയാണല്ലേ. ഇതിന് ഞാൻ കോഴിവളം മാത്രമേ ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ. കോഴിവളവും അതുപോലെ എല്ലുപ്പൊടിയും. നല്ല സൂര്യപ്രകാശം കിട്ടുകയെന്ന് വെച്ചെങ്കിൽ നമുക്ക് രാസവളം ഇട്ടിട്ടില്ലെങ്കിലും നല്ലതുപോലെ പൂക്കുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ രാസവളം ആദ്യമൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. ഇപ്രാവശ്യമാണ് ഞാൻ കുറച്ച് രാസവളമൊക്കെ ഇട്ട് കൊടുത്തിരുന്നത്. ഫസ്റ്റ് ഫ്ലവറിങ്ങിന് മാത്രമേ രാസവളം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ രാസവളം ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ ഇപ്രാവശ്യം കമ്പ് കുത്തി നട്ടതാണ് കേട്ടോ. അത് നല്ലതുപോലെ ഉണ്ടായി, പൂവായി. അങ്ങനെ എല്ലാ പ്രാവശ്യവും കിട്ടുന്ന ഓരോ കമ്പും ഞാനിങ്ങനെ കുത്തി വയ്ക്കും.